എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു മത്സരം അതാരംഭിക്കും. ഉടനെ എല്ലാ കാൻഡിഡേറ്റ്സും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ മുഴുവനായിട്ടും റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കാരണം ഓൾറെഡി നമ്മുടെ ആൾക്കാരുടെ പവർ, വീക്ക്നെസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്പോർട്സ് മീറ്റില് റിവീൽഡ് ആയതാണ്. അപ്പൊ ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ കോമഡി പെണ്ണ് ഐസമ മാസ്റ്ററിനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ മാസ്റ്റർ ആൾക്ക് ഒരു കൂസലും ഉണ്ടാവില്ല. കാരണം ഈ ഒരു കാര്യം അത് മുൻപിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് സൂപ്പർ ട്രെയിനിങ് കൊടുത്ത് അവരെ വേറെ ലെവലിൽ എത്തിച്ചത്. മാസ്റ്റർക്ക് ഉറപ്പാണ് സെലക്ട് ആവുന്ന 100 പേരില് മാസ്റ്ററുടെ സ്റ്റുഡൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. കട്ട് ചെയ്ത ഗോതയില് ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ബോളും കല്ലും മാർബിളും അങ്ങനെ അവരുടെ കയ്യിൽ കിട്ടുന്ന എല്ലാം ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരുടെ ബോള് അത് തല്ലി തകർക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ ആൾക്കാര് അവര് വമ്പ സ്ട്രോങ് ആണ്. എല്ലാവരെയും വെട്ടിത്തിരിപ്പിച്ച് അവര് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ആസിഡ് പെണ്ണാണെങ്കില് അവളുടെ ആസിഡ് പവർ അത് ഫുൾ പവറില് എല്ലാവർക്കും നേരെ ചീറ്റി അടിപ്പിക്കും. നമ്മുടെ ആൾക്കാരുടെ പവറും ഡിഫെൻഡിങ്ങും കാണുമ്പോ ബാക്കി സ്റ്റുഡൻസിന് മനസ്സിലാവും ഇവരുടെ എല്ലാവരുടെയും പവർ അത് ഒരുപാട് ഇംപ്രൂവ്ഡ് ആയെന്ന്. ആക്ച്വലി കാൻഡിഡേറ്റ്സ് ആരും തന്നെ എയിം ചെയ്തല്ല ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത ഉറക്കനൂങ്ങി കോർഡിനേറ്റർ ഒരു മൈക്കൊക്കെ ഘടിപ്പിച്ച് അവരുടെ പ്ലേ ഒക്കെ കണ്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് നേരമായെങ്കിലും ഇതുവരെ ഒരാൾ പോലും അതിൽ ജയിച്ചിട്ടില്ല. കട്ട് ചെയ്ത കോമഡി പെണ്ണ് അവൾ സീരിയസ് ആയിട്ട് ഇപ്പൊ ബാറ്റിൽ നോക്കിയിരിക്കും. അവളുടെ ആഗ്രഹം ഈ ഒരു ബാറ്റില് ആരും തോക്കാൻ പാടില്ല. എല്ലാ സ്കൂളിലെയും എല്ലാ കാൻഡിഡേറ്റ്സും വിജയിക്കണം. അപ്പൊ അതേ സമയത്ത് ഇവിടെ ഒരു മങ്കി പയ്യൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ ഒരു സ്ഥലം തന്നെ ഇപ്പൊ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ തുടങ്ങും. ആ ഒരു വൈബ്രേഷനില് ഇപ്പൊ ഒരുപാട് പേരുടെ കൺട്രോൾ പോയി അവർ തെറിച്ചടിച്ചു വീഴും. അവൻ ചിരിക്കും, എന്നിട്ട് വീണ്ടും ശക്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ടോഡ്രോക്കിക്ക് പോലും അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ടെൻഷനായിട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ അവിടെ വലിയൊരു ചുഴലിക്കാറ്റടിക്കും. ഇതിപ്പോ എന്താ സംഭവിക്കണെന്ന് പറഞ്ഞ് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുമ്പോ ആ ഒരു കാറ്റിന്റെ വമ്പം പവറില് എല്ലാവരുടെയും ബോള് അത് തെറിച്ച് മുകളിലേക്ക് പോവും. അപ്പൊ ആ ബോളുകൾക്കിടയില് നമ്മൾ ആദ്യം കണ്ട സാല്യൂട്ട് ചെയ്ത ആ ഒരു കിങ്കരൻ ചെക്കൻ ആക്ച്വലി ഇവന്റെ പവർ എയറിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ്. അവൻ കളക്ട് ചെയ്ത ബോളുകളെല്ലാം തന്നെ ഇപ്പൊ ഫുൾ സ്പീഡില് അവൻ താഴേക്ക് വലിച്ചെറിയും. ആ ബോളുകള് അത് അറഞ്ചം പുറഞ്ചം തെറിച്ചുപോയി ഒരുപാട് കാൻഡിഡേറ്റ്സിന്റെ ബോഡിയിൽ കൊണ്ട് അവരുടെ ബോളുകള് അത് തകർന്നു പോവും. അങ്ങനെ ഒറ്റയടിക്ക് 120 പേര് ഇപ്പൊ ഔട്ടാവും. അത് കണ്ട് ഷോക്കായിട്ട് ഉറക്കം തൂങ്ങി കോർഡിനേറ്റർ പോലും ഇപ്പൊ ഷോക്കായി പോവും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാര് ആ വൈബ്രേഷനിൽ തെറിച്ച് വീണിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ഇങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുമ്പോ ഏതോ ഒരു ബോള് തെറിച്ചു വന്ന് ഹീറോയുടെ ചെസ്റ്റിലുണ്ടായിരുന്ന ഒരു ബോള് ഇപ്പൊ തകർത്ത് കളയും. ഹീറോയ്ക്ക് ടെൻഷനായിട്ട് അവൻ ചുറ്റും നോക്കും. അപ്പൊ അവന്റെ തൊട്ടു മുൻപില് ഇപ്പൊ ഒരു കറുത്ത പെണ്ണ്, അല്ല കറുത്ത ഉടുപ്പിട്ട പെണ്ണ്. ഇവളാണ് സാക്ഷാൽ കേമി. അവൾ അടുത്ത ബോൾ എടുത്ത് ഹീറോയുടെ അടുത്ത ടാർഗറ്റ് ലക്ഷ്യം വെച്ച് ഇപ്പൊ അവന്റെ അടുത്ത് ഒരുപാട് ഡയലോഗ് ഒക്കെ അടിക്കാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഡോറ അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് മുക്കിയും മൂളിയൊക്കെ എഴുന്നേറ്റ് നമ്മുടെ ഹീറോയെ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത കേമി പെണ്ണ് അവൾ സംസാരിച്ച് മയക്കി നൈസായിട്ട് അവളുടെ ബോൾ എടുത്ത് ഹീറോയ്ക്ക് നേരെ വലിച്ചെറിയും. ഹീറോ ക്യാഷ്വലായിട്ട് ബോൾ തട്ടിത്തെറിപ്പിച്ച് അവളുടെ പിന്നിൽ വരും. പക്ഷെ അവൾ വിടില്ല. വീണ്ടും വീണ്ടും ഹീറോയുടെ പിന്നാലെ ചെന്ന് അവൾ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ അവന്റെ കൈ പിടിച്ച് തിരിച്ച് ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. അവൾ പറയും, ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നിനക്കും ചിരിക്കുട്ടനും ഒരേ പവറല്ലേ? ആക്ച്വലി ഞാൻ നിന്റെ വലിയ ഫാനാണ്. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചാലോ? പക്ഷെ ഹീറോ അവന്റെ ഫുൾ പവർ അവന്റെ കയ്യിൽ കൊണ്ടുവരും. എന്നിട്ട് കൈ ചുരുട്ടി അവളുടെ തലയ്ക്ക് തന്നെ ഒരൊറ്റ അടി. ആ ഒരു അടിയില് അവൾ തെറിച്ചു പോയി വീഴും. ഹീറോ ചാടി എഴുന്നേക്കും. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇപ്പൊ ഹീറോയെ ഓൾറെഡി റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് എല്ലാവരും ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടി ബഹളം. അപ്പൊ കറക്റ്റ് സമയത്ത് ഡോറ അവിടേക്ക് വരും. ഡോറയെ കണ്ട മറ്റൊരുത്തൻ അവളെ സിമ്പിളായിട്ട് ഹോൾഡ് ചെയ്യും. അത് കണ്ട ഹീറോ അവൻ ചാടി വന്ന് അവന്റെ തലയ്ക്കൊരു കിക്ക് കൊടുത്ത് ഇപ്പൊ ഡോറയെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഹീറോ അവന്റെ കാലില് ഇപ്പൊ ഫുൾ പവർ കൊണ്ടുവരും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കല്ലും മണ്ണും അതെല്ലാം തന്നെ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന്റെ മേലെ തട്ടിയിട്ട് ഇപ്പൊ ഡോറയായിട്ട് അവിടുന്ന് രക്ഷപ്പെടും. അപ്പൊ നമ്മുടെ ഉറക്കം തൂങ്ങി ആള് വിളിച്ചു പറയും, ഇത്രയും നേരത്തെ മത്സരത്തിനിടയിൽ വെറും 30 പേര് മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. ഇനിയും 70 പേർ കൂടെ എലിജിബിലിറ്റി ഉണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ ടെൻഷനാവും. കാരണം അവന്റെ മുൻപില് ഇനി സമയം വളരെ കുറവാണ്. മാത്രമല്ല അവന്റെ ബോഡിയിലെ ഒരു ബോള്
ഇപ്പൊ അവന് നഷ്ടപ്പെട്ടു. കട്ട് ചെയ്താ ഇവിടെ ഡോറയും നമ്മുടെ ഇസുക്ക് പയ്യനും അവര് രണ്ടുപേരും ഇപ്പൊ സേഫ് ആയിട്ട് ഒരു പ്രത്യേക സ്ഥലത്തിരിക്കും. അപ്പൊ ഡോറ പെണ്ണ് അവളിപ്പോ പ്രണയ പരവശയായി നമ്മുടെ ഹീറോയെ അങ്ങനെ നോക്കി നിൽക്കും. ആ നോക്കുന്ന ഗ്യാപ്പില് അവളൊരു സോറി പറഞ്ഞ് കയ്യിലൊരു ബോൾ എടുത്ത് ഇപ്പൊ ഹീറോയുടെ അടുത്ത വീക്ക് പോയിന്റില് അടിക്കാനായിട്ട് ആഞ്ഞു വരും. പക്ഷെ കറക്റ്റ് സമയത്ത് ഹീറോ അവളുടെ കൈ തട്ടിമാറ്റും. അപ്പോഴായിരിക്കും ഹീറോ ഒരു കാര്യം തിരിച്ചറിയുക, ഇത് ആക്ച്വലി ഡോറയല്ല. ഹീറോ പറയും, നീ ഡോറയല്ല, സത്യം പറയും, നീ ആരാ? ഹീറോയ്ക്ക് ഉറപ്പാണ് ഇവള് ഡോറയല്ല, മറ്റാരോ ആണെന്ന്. കാരണം ഡോറയുടെ പവർ സീറോ ഗ്രാവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും അങ്ങനെ സിമ്പിളായിട്ട് പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീടില്ല. അപ്പൊ ആ ഒരാള് ഇപ്പൊ പതിയെ പതിയെ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരും. അതൊരു പെണ്ണാണ്. അവൾ വീണ്ടും ഇപ്പൊ ഹീറോയെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ ടേപ്പ് മാൻ അവൻ ചാടി വീണ് അവന്റെ ടേപ്പ് ഉപയോഗിച്ച് ഹീറോയെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അവിടേക്ക് ഡോറയും എത്തും. അവൾ അവളുടെ ഗ്രാവിറ്റി പവർ കൊണ്ട് ആ ഒരു കാൻഡിഡേറ്റിനെ ഇപ്പൊ മുകളിലേക്ക് ഉയർത്തും. അവള് രക്ഷപ്പെട്ടോടി ഇപ്പൊ ഒരു മലയുടെ മുകളിൽ കയറി നിൽക്കും. അപ്പൊ ടേപ്പ് ചെക്കൻ അവളുടെ പിന്നാലെ ഓടും. അതിന് ഹീറോ പറയും, ഡാ വേണ്ട, അവളുടെ പിന്നാലെ ഓടിയിട്ട് യാതൊരു കാര്യമില്ല. അവൾ ആള് നിസ്സാരക്കാരിയല്ല. അവളുടെ കയ്യിൽ പെട്ടുപോയ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവൾ ജെല്ലി പോലെ ആയപ്പോ അവളുടെ ബോഡി മുഴുവൻ ന്യൂഡായിരുന്നു. അത് കേട്ട് ഡോറ പെണ്ണ് അവള് ഷോക്കാവും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ നമ്മുടെ മൂന്നാൾക്കാര് ഒരുമിച്ചായി. അവരിപ്പൊ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് എങ്ങനെയെങ്കിലും ബാറ്റിൽ ജയിക്കാൻ ശ്രമിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ടോഡ്രോക്കിക്കാണെങ്കിൽ ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. അപ്പൊ വീണ്ടും അനൗൺസ്മെന്റ് കേൾക്കും. 52 പേര് ഓൾറെഡി ഇപ്പൊ എലിജിബിൾ ആയി കഴിഞ്ഞു. ഈ ഒരു ബാറ്റില് ഇപ്പൊ എലിജിബിൾ ആയി 230 പേര് വീണ്ടും ഫെയിലറായി പുറത്തേക്ക് പോയി. അപ്പൊ ടോഡ്രോക്കിക്ക് ഇപ്പൊ വാശി കയറും. അവൻ ഉഷാറായിട്ട് മുൻപോട്ട്. അപ്പൊ ഒരു ബോള് അവന് നേർക്ക് ചീറി പാഞ്ഞു വരും. അത് ഹായ് ആയിട്ട് ടോഡ്രോക്കി അവന്റെ ഫയർ പവർ വെച്ച് കത്തിച്ചു കളയും. അതാരാണെന്നറിയാൻ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവന് ചുറ്റും ഡസൻ കണക്കിന് ആൾക്കാര് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അവന്മാര് വിളിച്ചു പറയും, ഞങ്ങൾ ഇത്ര നേരവും ഒരിരയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നീ കളിച്ച് ഞങ്ങളുടെ ഏരിയയിലേക്ക് എത്തിയല്ലേ. ഞങ്ങൾ ഇത്രയും പേരുണ്ട്, നിനക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല എന്ന് പറയും. അത് കേട്ട് ടോഡ്രോക്കി അവൻ ചിരിക്കും. അവൻ പറയും, താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരുപാട് നേരമായിട്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. എന്റെ ജോലിഭാരം കുറച്ച് ഇവിടേക്ക് വന്നതില് എനിക്ക് ഒരുപാട് സന്തോഷം. അത് കേട്ട് അവര് ഇപ്പൊ ചാടി മുൻപോട്ട് വരും. നമ്മുടെ ചെക്കൻ അവന്റെ ഐസ് പവർ വെച്ച് എല്ലാവരെയും ലോക്ക് ചെയ്യും. ടോഡ്രോക്കി ചോദിക്കും, നിങ്ങൾ ശരിക്കും പൊട്ടന്മാരാണല്ലേ? സ്പോർട്സ് മീറ്റില് നിങ്ങൾ എന്റെ പവർ അത് ശ്രദ്ധിച്ചില്ലേ? അപ്പൊ ഒരുത്തൻ പറയും, കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു. അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പൊ ഞങ്ങള് നിന്റെ അടുത്തേക്ക് വന്നത്. അവനുടനെ 5-6 ബോൾ കയ്യിലെടുക്കും. എന്നിട്ടത് അറഞ്ചം പുറഞ്ചം ടോഡ്രോക്കിക്ക് നേരെ ഇപ്പൊ വലിച്ചെറിയും. ആക്ച്വലി ഇവന്റെ പവർ ചെറിയ വസ്തുക്കളെ അതിനെ വലിയ രൂപത്തിലാക്കുക എന്നതാണ്. അവൻ എറിഞ്ഞ എല്ലാ ബോളുകളും ഇപ്പൊ ജയന്റ് സൈസില് ടോഡ്രോക്കിക്ക് നേരെ തെറിച്ചു വരും. പക്ഷെ ടോഡ്രോക്കി വീണ്ടും ഒരുപാട് ഐസ് ക്രിയേറ്റ് ചെയ്ത് ബോൾസ് എല്ലാം തന്നെ ഇപ്പൊ തട്ടിത്തെറിപ്പിക്കും. അതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ ആ ഒരു കാൻഡിഡേറ്റ് ഒരുപാട് നട്ടുകള് അവന് നേരെ വലിച്ചെറിയും. ഉടനെ ടോഡ്രോക്കി അവന്റെ ഫയർ പവർ ഉപയോഗിക്കും. പക്ഷെ ആ നെട്ടിന് അതിനൊന്നും സംഭവിക്കില്ല. ടോഡ്രോക്കി എടുത്തു ചാടി അവിടുന്ന് തെന്നി മാറും. അവര് വീണ്ടും ഇപ്പൊ അറഞ്ചം പുറഞ്ചം ഒരുപാട് നെട്ട് ടോഡ്രോക്കിക്ക് നേരെ വലിച്ചെറിയും. അത് കണ്ട് ടോഡ്രോക്കിക്ക് ഇപ്പൊ കലി കയറി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.